ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നീതൂസ് ചാനലിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് നല്ല ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കായലിൽ നല്ല വലിയ ചെമ്മീനാണ് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യാം. എല്ലാവരും പല രീതിയിലാണ് റോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എങ്ങനെയാണ് റോസ്റ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ചെമ്മീനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ചോപ്പറിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ച് വെക്കാറുണ്ട്. പിന്നെ അതിന് ശേഷം നല്ല രീതിക്ക് കുരുമുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടി ചേർത്ത് അതിന് ശേഷം നമുക്ക് മുളക് പൊടി മാറ്റി നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, എൻ്റെ മുളക് പൊടിക്ക് നല്ല കളറുണ്ട് കേട്ടോ. അതുപോലെ ആവശ്യത്തിനുള്ള എരി മാത്രമേ ഉള്ളൂ, ഒരുപാട് എരിയൊന്നുമില്ല. പിന്നെ കുറച്ച് പെരുംജീരകം ഞാൻ പൊടിച്ച് വെച്ചത് തന്നെയാണ് കേട്ടോ, അത് ചേർത്തിട്ടുണ്ട്. ചെറുതായിട്ട് ഇത്തിരി ഗരം മസാലയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഞാൻ വെള്ളം ചേർക്കാതെ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം നോക്കിയിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്നും കൂടി നല്ല കണക്ക് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. മിക്സ് ചെയ്ത് കുറച്ച് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ അതിനകത്ത് ഈ എരിയും അതിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം പിടിക്കുകയുള്ളൂ. ഇനി നമുക്ക് നമ്മുടെ പാൻ എടുത്ത് അടുപ്പിലോട്ട് വയ്ക്കാം. അതിലോട്ട് നല്ല തനി നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. നമ്മളിവിടെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നിടത്ത് നിന്ന് നേരിട്ട് വാങ്ങിക്കുന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ. അപ്പോൾ ആ വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഈ ചെമ്മീനെ അതിനകത്തോട്ട് പറക്കിയിട്ടങ്ങ് ഫ്രൈ ആക്കാം. അപ്പം നമ്മുടെ എണ്ണയൊക്കെ ഇതാ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെമ്മീനെല്ലാം ഓരോന്നോരോന്നായിട്ട് പറക്കി നമുക്ക് ഇതിനകത്തോട്ട് ഇടാം കേട്ടോ. വലിയ ചെമ്മീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത്രയും സ്പേസിനകത്ത് നിറയ്ക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇതെല്ലാം പറക്കി ഇതിനകത്തോട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനെല്ലാം നമ്മൾ ഇതിനകത്തോട്ട് പറക്കിയിട്ടുണ്ട് കേട്ടോ. ചില നാട്ടിൽ ചെമ്മീനെന്നും ചില നാട്ടിൽ കൊഞ്ചെന്നും പല പേരിലൊക്കെയാണ് ഓരോ മീനുകൾ അറിയപ്പെടുക കേട്ടോ. നമ്മുടെ നാട്ടിൽ കൊഞ്ചെന്നാണ് പറയുക. ചെമ്മീനെന്ന് പറയുന്ന ചില ആൾക്കാരുണ്ട്. കായലിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ, അതിന് പ്രത്യേക ഗുണവുമാണ്. അപ്പോൾ ഞാൻ കടലിലെ ചെമ്മീൻ അങ്ങനെ ഈ കൊഞ്ചിങ്ങനെ വാങ്ങിക്കാറില്ല കേട്ടോ. ഞാൻ കായലിലെ മാത്രമേ വാങ്ങിക്കുകയുള്ളൂ. ഇവിടെ എൻ്റെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ വാങ്ങിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ആവശ്യത്തിനുള്ള, ഞാൻ ഒരുപാട് അങ്ങ് എണ്ണയൊന്നും ചേർക്കുന്നില്ല, ആവശ്യത്തിന് അത് ഫ്രൈ ആവാനുള്ള ജസ്റ്റ് ഒന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. കൂടുതൽ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇതങ്ങ് ഡ്രൈ ആവും, ഭയങ്കര കട്ടിയായിട്ട് റബ്ബർ പോലെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ഒരുപാടങ്ങ് കുക്ക് ചെയ്യാൻ പാടില്ല. ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് തിരിച്ചിടുക എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് കേട്ടോ. കാര്യം ഇത് ഓരോന്നും പറക്കി പറക്കി തിരിച്ചിടണ്ടേ. അപ്പോൾ അത് പതുക്കെ നമുക്കിതെല്ലാം തിരിച്ച് മറിച്ചിടാം കേട്ടോ. അപ്പം നമ്മുടെ കൊഞ്ചെല്ലാം നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്ത ഭാഗവും കൂടി അവിടെ കിടന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ പ്രത്യേകം ഞാൻ പറയുന്നു, ഒരുപാട് വേവിച്ചെടുക്കാൻ പാടില്ല, അത് റബ്ബർ പോലെയാകും. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി മാത്രമേ വരാൻ പാടുള്ളൂ, എന്നാലേ അതിൻ്റെ ടേസ്റ്റും ഗുണം കിട്ടുള്ളൂ. അപ്പം ഞാനിത് ഫ്രൈ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഞാനിതിന് ഒരു സവാളയാണ് എടുക്കുന്നത്, വലിയൊരു സവാളയായിരുന്നു. ആ സവാളയും കൂടെ എൻ്റെ മുകളിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് കുറച്ച് തക്കാളി ചെറുതായിട്ടും കൂടെ അരിഞ്ഞതും കൂടി അതിൻ്റെ മുകളിലിട്ടിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. അത് അടച്ച് വെച്ചിട്ട് അത് അവിടെ വേവട്ടയില്ലേ. വേവുക എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കുക്കാവുമല്ലോ കേട്ടോ. ആ ആവിക്കകത്തിരുന്നിട്ട് ആ കൊഞ്ച് ചെറുതായിട്ടൊന്ന് മയങ്ങി മയങ്ങി വരും. അപ്പോൾ അതിൻ്റെ ആ ഒരു കട്ടി അങ്ങ് മാറും കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാൻ ഞാൻ മറന്നു പോയിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇനി നമുക്ക് വീണ്ടും പഴയ പോലെ തന്നെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. ഇളക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ സവാളയും ആ തക്കാളിയും എല്ലാം കൂടി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതാണ് എൻ്റെ കൊഞ്ച് റോസ്റ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ശരിയായ, എൻ്റെ കൊഞ്ച് റോസ്റ്റിൻ്റെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം ഈ സവാളയും തക്കാളിയും എല്ലാം കൂടി ഇതിനകത്തൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. ആദ്യം ഞാൻ ചേർക്കുന്ന കുരുമുളക് പൊടിയാണ് കേട്ടോ. എനിക്ക് കുരുമുളക് പൊടി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ അത് ചേർക്കും. അതിന് വേണ്ടി എരിയൊന്നും വരില്ല. അപ്പം നമ്മൾ സവാളയും തക്കാളിയൊക്കെ ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മധുരത്തിൻ്റെ അംശം നിൽക്കുന്നതുകൊണ്ട് കുരുമുളക് പൊടി ചേർത്താലും വലിയ എരിയൊന്നും വരില്ല കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ കൂടുതലും ചുവന്ന മുളകിന് നമ്മൾ സാധാ മുളക് യൂസ് ചെയ്യാറില്ല. ഞാൻ കാശ്മീരി മുളകാണ് കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് കളർ നല്ല ഭംഗിയായിട്ട് കിട്ടുകയും ചെയ്യും, എരി അധികം ഉണ്ടാവുകയില്ല കേട്ടോ. അപ്പോൾ അത് രണ്ടും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടും കേട്ടോ. ഈ സവാളയും തക്കാളിയും ഈ പൊടികളെല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി ഈ ചെമ്മീനകത്തോട്ട് നല്ല കണക്ക് മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന കടമ. അപ്പോൾ ഒരു ലേശം മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ആവശ്യമുള്ളവർ ഇട്ടാൽ മതി, ഇടാൻ ഇഷ്ടമില്ലാത്തവർ ഇടുകയിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാനൊരു ശകലം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. ഇതിനിടയിൽ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം, എരി കൂടുതലുണ്ടോ കുറവാണോ മധുരം ഫീൽ ചെയ്യുന്നോ എന്നൊക്കെ നോക്കണം കേട്ടോ.
ഇനി നമ്മളെ പ്രധാന പരിപാടി എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. നമ്മളത് അടച്ച് വെച്ചിട്ട് പോകുകയോ അല്ലെങ്കിൽ അതങ്ങനെ കുക്കാവാൻ വേണ്ടി വെക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതിങ്ങനെ കൈവിടാതെ നമ്മൾ ഇളക്കി ഇളക്കി ഇളക്കിയിരിക്കണം. കാരണം എല്ലാം ഈ ചെമ്മീനകത്ത് ഈ ഗ്രേവി എന്ന് പറയുന്ന സംഭവം പിടിച്ചിരിക്കണം. അതുപോലെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇത് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ കാണും പോലെ തന്നെയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ബൈ.